എൻ്റെ പേര് സ്നേഹ. ഞാൻ പൂനെയിൽ നിന്നാണ് വരണേ. ഞാനിവിടെ ഉടമ്പടി ഫസ്റ്റ് എടുക്കാനായിട്ട് വന്നിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രം ഉടമ്പടി തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ പൂനെയിൽ നിന്ന് അധികം നാട്ടിലേക്ക് വരാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു ജോബിൻ്റെ ആവശ്യത്തിനായിട്ട് US അപ്ലൈ ചെയ്തു. ഞാൻ 18 വയസ്സ് തുടങ്ങി US കമ്പനീസിലെല്ലാം ജോയിൻ ചെയ്ത് ജോബ് ചെയ്യണ ഒരാളാണ്. അപ്പോൾ ഫസ്റ്റത്തെ ജോബ് കഴിഞ്ഞു. സെക്കൻഡ് ഒരു US കമ്പനിയിൽ തന്നെ അപ്ലൈ ചെയ്തു. അപ്പോൾ അത് 2-3 തവണ റിജക്റ്റ് ആയി പോയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ, അമ്മ ഉടമ്പടി എടുക്കണ ഒരാൾ, അപ്പോൾ അമ്മയുടെ കൂടെ ഉടമ്പടി രാവിലെ 5 മണിക്ക് എനിക്ക് പ്രാർത്ഥിക്കലും എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യലും അങ്ങനെ എല്ലാം അത്രയും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തെങ്കിൽ എനിക്ക് ആ ജോബ് US എന്തായാലും സിലക്ഷൻ കിട്ടും. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പൂനെയിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ഉടമ്പടിക്ക് വേണ്ടി മാത്രം ട്രാവൽ ചെയ്ത് അവസാനം എനിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഉടമ്പടി കിട്ടി. അമ്മയ്ക്ക് കിട്ടി, എൻ്റെ വീട്ടിൽ നിന്ന് വേറെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ കിട്ടി. എനിക്ക് മാത്രം ഉടമ്പടി കിട്ടിയിട്ടുണ്ടായില്ല. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ് ഞാൻ ആരുടെ അടുത്തും പറയാണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന്, അപ്പോൾ ഞാൻ നേരെ തൃശ്ശൂർക്ക് പോയി. അന്ന് രാത്രി ഞാൻ ഇയർ പിയേഴ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പെയിൻ ആരെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോഴും ഇങ്ങനെ തൊട്ടതിന് ശേഷമാണ് ചോദിക്കുക വേദന ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ രാത്രി ഞാൻ കിടക്കണ നേരത്ത് ഇങ്ങനെ ഒരു 3:50 അറൗണ്ട് വെളുപ്പിന് എൻ്റെ ചെവിയുമ്പോൾ ആരോ ഇങ്ങനെ തൊട്ട് വിളിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അമ്മേനെ വഴക്ക് പറയണം, അമ്മ സൈഡിൽ കിടക്കുക. അപ്പോൾ അമ്മേനെ വഴക്ക് പറയേണ്ട, അമ്മ എന്താ മിണ്ടാണ്ടിരിക്കുക, എന്താ ചെയ്യണമെന്ന് ചീത്ത പറഞ്ഞ് ഞാൻ വീണ്ടും കിടന്നു. വീണ്ടും ആരോ ഇങ്ങനെ ചെവിയുമ്പോൾ ടച്ച് ആവണ പോലെ എനിക്ക് ഫീലായി. ഞാൻ ഇങ്ങനെ എണീറ്റു എന്താണെന്ന് അറിയാനായിട്ട് ആരാ ചെയ്യണേ. അപ്പോൾ ഒരു സെമി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഞാൻ കാണുന്നത് ആകെ 3 ഷാഡോ പോലെ എനിക്ക് കാണുള്ളൂ. ബാക്കിലത്തെ ഒന്നും ക്ലിയർ അല്ല, ജസ്റ്റ് ബാക്കിൽ നിൽക്കണ 2 ഷാഡോ, മെയിനായിട്ട് ഒരു ഫീമെയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഫീമെയിൽ ബാക്കിലുള്ള ആളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക, ഈ കുട്ടിയല്ല ഉടമ്പടി എടുക്കാൻ വന്നിട്ട് വിഷമിച്ചിട്ട് തിരിച്ചു കരഞ്ഞു പോയേ എന്നുള്ളതിങ്ങനെ ചോദിച്ച് എനിക്ക് എന്തോ ഒരു ഫോഴ്സ് എൻ്റെ ഇങ്ങനെ ബ്ലെസ് ചെയ്യണ പോലെ ആ ഒരു 2 കൈ വന്ന് എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോയ പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എന്നിട്ട് ഫ്ലാഷ് ഓൺ ചെയ്ത് എന്താ ആരാ, ഞാൻ നോക്കുമ്പോൾ അമ്മ നല്ല ഉറക്കം, അമ്മയല്ല. ഞാൻ അമ്മേനെ വിളിച്ച് ഏൽപ്പിച്ച് ചോദിച്ചു എന്നിട്ട് ചെയ്യണം. അപ്പോൾ പറഞ്ഞാൽ എന്താ, അമ്മയും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. ഞാൻ അപ്പോൾ അതുപോലെ തന്നെ കിടന്നു. ഞാൻ രാവിലെ എന്നിട്ട് മെയിൽ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആ 3:50 ഞാൻ എണ്ണീറ്റ സമയത്ത് തന്നെ എനിക്ക് ആ US കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു, എനിക്ക് അവിടെ ജോബ് കിട്ടി എന്നുള്ളത്. ഞാൻ അമ്മാമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ, അമ്മമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണ ആളാണ്. അമ്മേനേക്കാളും എല്ലാവരിനേക്കാളും അമ്മാമ്മ പണ്ടേ തുടങ്ങി. ഞങ്ങൾ ഹിന്ദു ആണ് റിയലി, പക്ഷേ എൻ്റെ അമ്മാമ്മ ക്രിസ്ത്യൻസിൽ കുറേ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മാമ്മേൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ഇന്നലെ രാത്രി ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ രാത്രി എനിക്ക് ഇപ്പോഴും രാവിലെ ഭയങ്കര ചെവി വേദനയുണ്ട്, ആരും എൻ്റെ ചെവിമ വന്ന് ഇങ്ങനെ തൊട്ട പോലെ എനിക്ക് തോന്നി, എനിക്ക് ഇങ്ങനെ എന്തോ ഷാഡോ പോലെ കണ്ടു. പക്ഷേ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എന്താ കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 3 ഫിഗർ കണ്ടു, ഷാഡോ ആയിട്ട് കണ്ടേ. നടുവിലത്തെ ഒരു ഫീമെയിൽ ഫിഗർ ആയിരുന്നു. അതിനുശേഷം ഫീമെയിൽ ഫിഗർ ബാക്കിലത്തെ ഉള്ള ആളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക, ഈ കുട്ടിയല്ല. അങ്ങനെ എന്നെ തൊട്ട് ഇനിയിപ്പോൾ ഞാൻ ചാടി എണീറ്റ് ഫ്ലാഷൊക്കെ ഓൺ ചെയ്തു. ഇപ്പോൾ മെയിൽ നോക്കുമ്പോൾ അതേ സെയിം ടൈമിലാണ് മെയിൽ വന്നേക്കണേ. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുളിരൊക്കെ വന്ന് അമ്മമ്മ പറഞ്ഞു അത് തിരുക്കുടുംബം വന്നതാ, അത് 3 ആൾക്കാർ എന്നുള്ളത് ആ തിരുക്കുടുംബം വന്ന് ബ്ലെസ് ചെയ്ത് പോയതാ. ആ ഒരു റീസൺ കൊണ്ട് ഞാൻ ഒരിക്കലും ഉടമ്പടി എടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു. കാരണം ഞാൻ ഇത്രയും പൂനെന്ന് നാട് വരെ ട്രാവൽ ചെയ്ത് ഈ ഒരു ഉടമ്പടിക്ക് വേണ്ടി മാത്രം അവസാനം എനിക്കത് കിട്ടാണ്ടായി വിഷമിച്ച് തിരിച്ചു പോയി. ഞാൻ ഇനി വരില്ല എന്നുള്ള ഒരു അത്രയും ഡിറ്റർമൈൻ ചെയ്ത് ഇരിക്കണ ഒരാൾ. ഞാൻ പിന്നെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസം കൂടി. ഞാൻ അവസാനം ഉടമ്പടി എടുത്ത ഡേറ്റ് 27 ഒക്ടോബർ 2024 ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഓരോന്നായിട്ട് നടക്കാൻ തുടങ്ങി. എനിക്ക് LLB പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അപ്പോൾ LLBൻ്റെ അഡ്മിഷന് പൂനെയിലെ ടോപ്പ് ലോ സ്കൂളിൽ തന്നെ എനിക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ലോ സ്കൂളിൽ കിട്ടാനായിട്ട് ഫീസ് ഒരു സീറ്റിൻ്റെ 4.5 lakh ആയിരുന്നു. അപ്പോൾ അത്രയും പൈസ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ കണക്ഷൻസ് വെച്ചിട്ട് അച്ഛൻ അവിടെ ടോപ്പ് ലോ ഫേംസ് സീനിയർ അഡ്വക്കേറ്റ്സ് ആയിട്ട് കണക്ഷനുള്ള കാരണം അവർ ആ ചെയർ പേഴ്സൺ ആയ കാരണം അവർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയി. അവർ പറഞ്ഞു,
ഫീസ് അത്രയും വേണ്ട, ഒരു 2.5 ലാക്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ 2.5 ലാക്ക് ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് 1 മണിക്കൂർ വേണ്ട വന്നു പെട്ടെന്ന് തന്നെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ആ സീറ്റ് എൻ്റെ പോയി വേറൊരു കുട്ടിക്ക് കൊടുത്തു. ഞങ്ങൾ ആ ഒരു മണിക്കൂറിൻ്റെ സമയം എടുത്തത് അവരുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായില്ല. അവർ 4.5 എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും അത്രയും ഉണ്ടാവില്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു വന്ന് പിന്നെയാണ് 2.5 കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇതിൻ്റെ മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങളുടെ ആ സീറ്റ് പോയി. അങ്ങനെ വീണ്ടും ഇവരെല്ലാവരും കണക്ഷൻസ് ത്രൂ ഇൻവോൾവ് ആയിട്ട് പറഞ്ഞു, ഇല്ല നീ ഒരു കാര്യം ചെയ്യും, നാളെ വായോ, നാളെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാം, എന്തെങ്കിലും പറ്റുമോ, ആരെങ്കിലും ബാക്ക് ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ സീറ്റ് എനിക്ക് തരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നാലും അത് അത്രയും സർട്ടേൺ അല്ല, ഒരു പോസിബിലിറ്റിയിൽ നിൽക്കാം. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഈ 2.5 ലാക്സ് ക്യാഷായിട്ട് എടുത്ത് തിരിച്ച് ആ കോളേജിൽ പോണ വഴിയിൽ പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരാം. അപ്പോൾ അൺനോൺ നമ്പറിൽ നിന്ന് ഞാൻ കോൾ എടുത്തപ്പോൾ അവരിങ്ങനെ പറയുക, ഞാൻ സെക്കൻഡ് വെച്ചിരുന്ന കോളേജിൽ എനിക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് കൊടുക്കാനാണ്. അപ്പോൾ തന്നെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഞാൻ സെക്കൻഡ് വെച്ച കോളേജിൽ എനിക്ക് അവിടെ എല്ലാ അഡ്മിഷൻ വേണ്ടായിരുന്നു, എനിക്ക് ഫസ്റ്റ് വെച്ചിരുന്ന കോളേജിൽ അഡ്മിഷൻ വേണ്ടായിരുന്നു, ഞാൻ പക്ഷേ എന്താ ചെയ്യുക. അപ്പം അമ്മ പറഞ്ഞു അത് വിട്ട് കളയേണ്ട, കാരണം ബൈ ചാൻസ് നമുക്ക് ഫസ്റ്റത്തെ കോളേജിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡിലത്തെ ഇതിൽ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മളവിടെ ചെന്നു, ആ 2.5 ലാക്കും കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അത് സീറ്റെല്ലാം പോയി, ഇനി അവിടെ അഡ്മിഷൻ്റെ ഒന്നും ഇല്ല, അത് ക്ലോസ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ എനിക്ക് കോള് വന്ന കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിന്, ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, കാരണം ഞാൻ ഈ കോളേജിലെല്ലാം അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച്, എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച കോളേജിൽ എന്താ കിട്ടാത്ത, അത്രയും നാൾ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് നേടി തന്നിട്ട് ഈ ഒരു കോളേജിന് ഇത്രയും വലിയ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചിങ് പോയിൻ്റ് ആവണ ഒരു ഇൻസിഡൻറ്റിൽ ആ ഒരു ഇതിൽ മാത്രം ഞാൻ ആഗ്രഹിച്ച കോളേജ് കിട്ടാണ്ടിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് ഡൗട്ട് ചെയ്യാൻ തുടങ്ങി ദൈവത്തിനെ, ഭയങ്കരമായിട്ട് ഞാൻ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അറിഞ്ഞത് എല്ലാ നാക് ക്രെഡിറ്റും എല്ലാ ഫെസിലിറ്റീസും പ്രൊഫസേഴ്സും എല്ലാവരും ഞാൻ വിചാരിച്ച കോളേജിനേക്കാളും എനിക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിലാണ് നല്ലത്. ആ ടീച്ചേഴ്സ് സ്റ്റുഡൻസായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും അവർ ട്രെയിൻ ചെയ്യണതും മൊത്തം എല്ലാ രീതിയിലും സെക്കൻഡ് ഞാൻ വെച്ചിരുന്ന കോളേജാണ്. അതെൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് വെച്ചിരുന്നത്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാണ്ട് പോലും എനിക്ക് പറ്റിയ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈ ലോ സ്കൂള് എനിക്ക് ഞാൻ ആഗ്രഹിക്കാണ്ട് തന്നെ ദൈവം എനിക്ക് തന്നു. അന്നാലും ഞാൻ ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തത് എന്തിനാ എനിക്കിത് തന്നെ. പക്ഷേ അതിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് ആസ് എ ഡിസ്ഗൈസ്ഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എനിക്ക് പിന്നീട് മനസ്സിലായി. ദൈവത്തിന് അറിയാം നമുക്ക് എന്താ ആവശ്യമുള്ളത്. ആ LLB അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഫുള്ള് എനിക്ക് ബ്ലെസ്സിങ്സ് മാത്രമായിരുന്നു. ഞാൻ പൂ ചോദിച്ചാൽ പൂന്തോട്ടം കിട്ടണ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ റിസർച്ച് പേപ്പർ എഴുതാനായിട്ട് കുറേ പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ഡിച്ചായി, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു. ബാക്കി എല്ലാവരും ആ റിസർച്ച് ഗ്യാങ് ആയിട്ട് പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ കുറേ കരഞ്ഞ്, ഞാൻ വീണ്ടും എന്തൊക്കെ കരഞ്ഞ് ഞാൻ ചോദിക്കുകയോ അത് പൂ ചോദിച്ചാൽ പൂന്തോട്ടം കിട്ടണമെന്ന് പറഞ്ഞ പോലെ അവർ നാഷണൽ ലെവലിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ലെവലിൽ ഹൈദരാബാദിൽ പോലും ഒഡീസയിൽ പോലും ഡൽഹിയിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും എനിക്ക് ഇൻ്റർനാഷണൽ കോൺഫറൻസസിൽ പേപ്പർ സെലക്ട് ആവുക, ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോവുക. അങ്ങനെ ഫുള്ള് US, അങ്ങനെ കുറേ US, ജർമ്മനി, പോലാൻഡ് അങ്ങനത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസായിട്ടും എനിക്ക് കൊലാബ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ റിസർച്ചിൻ്റെ ആ ഒരു സ്കില്ല് മൊത്തത്തിൽ ദൈവം അനുഗ്രഹിച്ച് തന്നെ എനിക്ക് എല്ലാ ഫെസിലിറ്റീസും ഞാൻ ആഗ്രഹിച്ച കോളേജിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതൊന്നും ഉറപ്പായിട്ടും കിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക, എനിക്ക് മാത്രം ഇത്രയും ഗ്രോത്ത് പറ്റിയിട്ടുണ്ട്, അവർക്ക് അത്രയും ഇതിൽ ആ നല്ലൊരു കോളേജിൽ കിട്ടിയിട്ടും എന്താ അവർക്ക് അത്രയും ഗ്രോത്തിലൊന്നും പറ്റാത്ത. എൻ്റെ റിസർച്ച് വർക്കൊക്കെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ സ്പോൺസർ ചെയ്യുക, എൻ്റെ ബുക്ക് അവർ സ്പോൺസർ ചെയ്ത് അവരുടെ ഇതിൽ അങ്ങനെ ഫുള്ള് ഗ്രോത്ത് മാത്രമായിരുന്നു. അതിനുശേഷം ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ജോബ് ചെയ്യണ്ടായിരുന്നു. UAE-യിലത്തെ ഒരു അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ 18 വയസ്സ് തുടങ്ങി ജോബ് ചെയ്യുന്നത്. അപ്പോൾ ആ US-ത്തെ 2 കമ്പനീൻ്റെ ശേഷം UAE-യിലത്തെ ആ ഒരു അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിൻ്റെ ജോബ് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ലോ സ്കൂളും എനിക്ക് നല്ല പാടായിരുന്നു. ഞാൻ ഇങ്ങനെ ഉറക്കമൊക്കെ ഷെഡ്യൂൾ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ഉറങ്ങുക, ബാക്കിയൊക്കെ ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അമ്മ അച്ഛനായാലും ഇങ്ങനെ പറയും, നമുക്ക് ഇവിടെ കുറേ കണക്ഷൻസ് ഉണ്ട്, പൂനെയിൽ നല്ല നല്ല ഫേംസിൽ കണക്ഷൻസ് ഉണ്ട്, നീ എന്താ അവിടെ ചെയ്യാത്ത, പോയി ചെയ്തുകൂടെ. എന്നാലൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ ചെയ്യുകയാണെങ്കിൽ അത്രയും വേർത്തിട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രം ചെയ്യുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ സമയം കളയാനായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നാലും എൻ്റെ കണക്ഷൻസ് വെച്ചിട്ട് ഡയറക്റ്റ്ലി കേരള ഹൈക്കോർട്ടിൽ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം ശരിയാക്കുക.
അങ്ങനെ അവിടെ എല്ലാ PG സെറ്റ് ചെയ്യലും ജിമ്മിന് അടുത്തുള്ളത് നോക്കലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എനിക്ക് ജസ്റ്റ് കോളേജിൽ നിന്ന് ഒരു ലീവ് വേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ലീവ് ആർക്കും കൊടുക്കണ്ടായില്ല കോളേജ്. ആ ഒരു 75% സെമിസ്റ്റർ ലീവ് അവർ കൊടുക്കില്ല. അപ്പോൾ സുപ്രീം കോർട്ടിൽ ഈ ഇൻറ്റേൺഷിപ്പ് സെറ്റായ പിള്ളേർക്ക് വരയ്ക്കും അവർ ആ ഒരു കോളേജുകാർ ലീവ് കൊടുക്കാണ്ട്, എൻ്റെ പിന്നെയും ഹൈക്കോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ എൻ്റെയും തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഹൈക്കോർട്ടിൽ, കേരള ഹൈക്കോർട്ടിൽ പോകാൻ നിന്നാൽ എനിക്ക് അപ്പോൾ തന്നെ മെയിൽ വരാം മിനിസ്ട്രിയിൽ എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ റെഡിയായി. ഞാൻ ആകെ ഫുള്ള് ലൈഫിൽ ആകെ ആ ഒരു ഒറ്റ മിനിസ്ട്രിയിൽ മാത്രം ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായുള്ളൂ. ബാക്കി ഇൻറ്റേൺഷിപ്പിൻ്റെ ഒക്കെ കണക്ഷൻ ത്രൂ തന്നെ ഡയറക്റ്റ്ലി അച്ഛൻ്റെ ഒക്കെ എല്ലാവരുടെ ഇത് വെച്ചിട്ട് തന്നെ കയറാനുള്ള രീതിയിലായിരുന്നു. ഞാൻ എൻ്റെ ആഗ്രഹിച്ചത് ആ ഒരു മിനിസ്ട്രിയിൽ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ വിങ്ങിൻ്റെ ഉള്ളിൽ മാത്രം കയറാനായിട്ട്. ഞാൻ ഒറ്റ ഒരു സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പിന് വെച്ചു. അത് ഒരാളും വിശ്വസിക്കേണ്ടായില്ല. ഞാൻ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഇൻറ്റേൺഷിപ്പ് മിനിസ്ട്രിയിലായിരുന്നു. കാരണം അവിടെ കിട്ടാനായിട്ട് നമ്മൾ കുറേ ന്യൂമറസ് ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം ആ മെറിറ്റ് വെച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുള്ളൂ. എൻ്റെ ഒരു ഇത് ശരിക്കും മിറാക്കിൾ. മിനിസ്ട്രിയിൽ ആർക്കും ഫസ്റ്റത്തെ ഇൻറ്റേൺഷിപ്പ് സെറ്റ് ആവില്ല, ആരും വിശ്വസിച്ചില്ല. എൻ്റെ അവിടെ വന്ന ഇൻറ്റേൺസും വിശ്വസിച്ചില്ല, ആരും വിശ്വസിച്ചില്ല. എനിക്കും അത് അവർ ഫുൾ ഇന്ത്യയിൽ നിന്ന് 10 പിള്ളേരെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് പോലും പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഡയറക്റ്റ്ലി ആ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ അത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് എനിക്ക് ദൈവം തന്നു. അത് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ പൂ ചോക്കുമ്പോൾ പൂന്തോട്ടം കിട്ടണ അവസ്ഥ. അതിനുശേഷം ഇൻറ്റേൺഷിപ്പിൽ വളരെയധികം എനിക്ക് ഗ്രോ ആവാൻ പറ്റി. അവിടെ ഒരു മാസത്തിനായിട്ട് ഞാൻ 5 മാസം അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു മിനിസ്ട്രീൻ്റെ അണ്ടറിൽ തന്നെ. അവിടെ എല്ലാ കൺസൾട്ടൻസും അസോസിയേറ്റ്സും എല്ലാവരും ഇംപ്രസ്സായി. അവസാനം കൺസൾട്ടൻസിൻ്റെ റെക്കമെൻഡേഷൻ കാരണം ഞാൻ അവിടെ മിനിസ്ട്രിയുടെ ഹെഡിൻ്റെ ഡയറക്റ്റ്ലി അണ്ടറിൽ, അവിടെ ഒന്നും അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരു പൊസിഷനിൽ ആ റെക്കമെൻഡേഷൻ്റെ ത്രൂ ഞാൻ മിനിസ്ട്രിയുടെ ഹെഡിൻ്റെ അണ്ടറിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. അവർ എൻ്റെ അടുത്ത് ജോബിന് വേക്കൻസി വരുന്നുണ്ട്, ഹെഡും അവിടുത്തെ കൺസൾട്ടൻസും ഒക്കെ ഒരുമിച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവിടെ ആ വേക്കൻസിന് അപ്ലൈ ചെയ്യും. ഞാൻ അപ്പോഴും ഫൈനൽ സെമിസ്റ്ററിലാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ തിരിച്ച് ഫൈനൽ എക്സാം എഴുതാനായിട്ട് തിരിച്ചു വന്നു. അപ്പോഴും അവിടെ എനിക്കൊരു അഡ്വേഴ്സിറ്റി ഫേസ് ചെയ്യേണ്ട വന്നു. ഞാൻ എൻ്റെ എക്സാം LLBയും ഡിപ്ലോമയും എല്ലാം ഒരുമിച്ച് എനിക്ക് 2 ഡിഗ്രി ഉണ്ട്, 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഉണ്ട്. ഞാൻ ഗ്രാജുവേറ്റ് ആയി ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ജോബിന് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ആ വേക്കൻസിന് അപ്ലൈ ചെയ്ത സമയത്തായിരുന്നു എക്സാമിൻ്റെ ഇതൊക്കെ വന്നു. ഞാൻ തിരിച്ച് പൂനെയിൽ വന്നു ഡൽഹിയിൽ നിന്ന് എക്സാം എഴുതാനായിട്ട്. ആ എക്സാം എഴുതാൻ LLBൻ്റെ എക്സാം 9-ാം തീയതി കഴിയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിപ്ലോമയുടെ ഫൈനൽസ് 14-ാം തീയതി സ്റ്റാർട്ട് ആവുകയാണ്. അതിൻ്റെ ഇടയിൽ ആ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ എനിക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവം ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഇതൊക്കെ ഫുള്ള് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഫൈനൽ സെമിസ്റ്റർ ഫുള്ള് കോളേജിലുണ്ടായിരുന്നില്ല. അക്കാഡമിക് ലീവിൽ ഞാൻ ഡൽഹിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം, ഞാൻ എക്സാം എഴുതാൻ വേണ്ടി മാത്രം വരാം. അപ്പോഴായാലും ജേർണൽ സബ്മിഷൻ ആയാലും വൈവയുടെ ഇതൊക്കെ എനിക്ക് കുറേ ഭയങ്കര അക്കാഡമിക്കായിട്ട് ഭയങ്കര ബേർഡൻസമായിരുന്നു. അതിനുശേഷം ഞാൻ ഈ എക്സാം LLBയുടെ ഫൈനൽസ് കഴിയലും എൻ്റെ ഡിപ്ലോമയുടെ 3 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ആവുക. എന്നാലും ഞാൻ വെച്ചു ഡിപ്ലോമ പിന്നെയും ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഞാൻ എന്താ ചെയ്യാൻ, എന്നെക്കൊണ്ട് പറ്റില്ല. 3 ദിവസത്തിൽ ഫുള്ള് സിലബസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം ഞാൻ ഒരു വർഷത്തിൽ ആകെ 6 മാസം 3 മാസം വെച്ചിട്ടാണ് ഒരു സെമിസ്റ്ററിൻ്റെ അക്കാഡമിക് പീരീഡ് ഉണ്ടാവും. ബാക്കി അതിന് ശേഷം 2 മാസം വൈവ അങ്ങനത്തെ ബാക്കി പ്രൊജക്ട്സ്, ജേർണൽ, മൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഫുള്ള് 5 മാസം ഡൽഹിയിൽ നിന്ന് ആ ഒരു 1.5-2 മാസത്തിന് ശേഷം ഞാൻ എക്സാം എഴുതാൻ വന്നു. വീണ്ടും ഡൽഹി പോയി. അങ്ങനെയാണ് ഞാൻ ഒരു 5 മാസം കംപ്ലീറ്റ് ചെയ്തത്. ഫൈനൽ ഇയർ ഫുള്ള് ഞാൻ ഡൽഹിയിലായ കാരണം ഞാൻ മര്യാദയ്ക്ക് ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എങ്ങനെയെങ്കിലും LLB ഒന്ന് പഠിച്ച് ക്ലിയർ ചെയ്യാം, ഡിപ്ലോമയുടെ കാര്യം എനിക്ക് എന്തെങ്കിലും ആ ഒരു 3 ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായുള്ളൂ. അങ്ങനെ LLBൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ലാസ്റ്റത്തെ എക്സാമിന് മുമ്പ് ഒരു 7-ാം തീയതി ആയപ്പോൾ എനിക്ക് മെയിൽ വരാം. ആ വേക്കൻസിന് അന്ന് അപ്ലൈ ചെയ്തത് ആ ഒരു ഫുൾ ഇന്ത്യയിൽ നിന്ന് 1152 ആൾക്കാർ അപ്ലൈ ചെയ്തതിൽ ആകെ അറൗണ്ട് 30-35 ആൾക്കാർ അവർ സെലക്ട് ചെയ്തതിൽ എൻ്റെ പേരും അതിലുണ്ട്. അപ്പോൾ 12-ാം തീയതി അവിടെ കറക്റ്റ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യണം ഡൽഹിയിൽ. പിന്നെ 13-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾഡ്. ഞാൻ ചോദിച്ചു ദൈവം ഞാൻ ഇനി എന്താ ചെയ്യുക, കാരണം എൻ്റെ LLBൻ്റെ കഴിയിൽ ആ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഞാൻ ഡിപ്ലോമയുടെ ഫൈനൽസിന് പ്രിപ്പയർ ചെയ്യാൻ വെച്ചത് അതെനിക്ക് ഇനി ഡൽഹി പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ തന്നെ ഞാൻ ഡൽഹി പോയി തിരിച്ച് വരുന്ന ഡിപ്ലോമയുടെ എന്നെ കൊണ്ട് പറ്റണ ഇതല്ല, എന്തായാലും ഫെയിൽ ആവും. LLBനേക്കാളും വളരെ ഡിഫിക്കൽട്ടായിരുന്നു ആ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയുടെ. ഞാൻ
ഉറപ്പായിട്ടും ഞാൻ ഫെയിൽ ആവുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. ഞാൻ എന്താ അവസാനം ഇതുമില്ല അതും ഇല്ലാത്ത അവസ്ഥയാവും, എൻ്റെ ഇൻ്റർവ്യൂവും ഫ്ലോപ്പ് ആവും. കാരണം ഞാൻ മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് LLBൻ്റെ ഫൈനൽസ് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം LLBൻ്റെ 9-ാം തീയതി കഴിഞ്ഞു. 9-ാം തീയതി രാത്രി തന്നെ ഞാൻ അവിടെ ഡൽഹിയിലെത്തി. അവിടെ ഫ്ലൈറ്റ് കയറി 10-ാം തീയതി ഡൽഹിയിലെത്തി. 11-ാം തീയതി അവിടെ ഫുൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്തു. 12-ാം തീയതി ടെസ്റ്റ്, 13-ാം തീയതി ഇൻ്റർവ്യൂ. 13-ാം തീയതി ഇൻ്റർവ്യൂ രാത്രി ഞാൻ ഫ്ലൈറ്റ് കയറി ഇവിടെ പൂനെയിലെത്തി വെളുപ്പിന് 4 മണി നേരത്ത്. അന്ന് തന്നെ എൻ്റെ ഡിപ്ലോമയുടെ ഫൈനൽസ് സ്റ്റാർട്ട് ആവുക. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഫെയിലാവും. ഒരു വഴിയിൽ എനിക്ക് അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റായിരുന്നു. എന്നാലും ഞാൻ അവിടെ ഡൽഹിയിൽ എത്തിയതും ആ ഡിപ്ലോമയുടെ എക്സാം അവർ പോസ്റ്റ്പോൺ ചെയ്തു. 2 ആഴ്ചയ്ക്ക് അവർ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി. ഞാൻ എന്താ ഫുള്ള് ഇത് മൊത്തം ദൈവത്തിൻ്റെ പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റിന് അവിടെ ഇരുന്നു. ടെസ്റ്റിന് ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കാണാത്ത ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂ, ഞാൻ ഇത്രയും 18 വയസ്സ് തുടങ്ങി US കമ്പനിയിലൊക്കെ ഓൺലൈനായിട്ട് തന്നെ ചെയ്യേണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ കാണാത്ത ആ ഒരു ടെക്നിക്കൽ എറർ പെട്ടെന്ന് തന്നെ ഞാൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വന്നു. ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടലും ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കലും ഫാമിലിക്ക് അയച്ചു കൊടുക്കലും. ഞാൻ ഇതെങ്ങനെ സോൾവ് ചെയ്യുക, ടെക്നിക്കൽ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യുക, കാരണം ബാക്കി എല്ലാവരും സ്വന്തം ലാപ്ടോപ്പിൽ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി എല്ലാവരും ടെസ്റ്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മാത്രം ഇവിടെ എൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ശരിയാക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഇന്നേ വരെ ആ ഒരു ഇഷ്യൂ അതിന് മുമ്പും അതിന് ശേഷവും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യണം. ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. എല്ലാവരും ഓരോന്ന് പറയണം, ഒന്നും ശരിയാവണമല്ല. അവസാനം ആർക്കും ഒന്നും അറിയാത്ത അവസ്ഥയായി. ഞാൻ അവസാനം അമ്മാമ്മേനെ വിളിച്ച് പറഞ്ഞ അമ്മാമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് സെൻഡ് ചെയ്യാൻ തുടങ്ങി വോയിസ്. ഞാനപ്പോൾ എനിക്ക് മലയാളം അങ്ങനെ ഫുള്ള് കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അമ്മാമ്മ പ്രാർത്ഥിച്ച് തരുന്നത് ഞാൻ ഹെഡ്ഫോണിൽ വെച്ചിരുന്ന് പെട്ടെന്ന് കേൾക്കാം. അത് കേട്ടോന്ന് ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ അവസാനം എല്ലാം ഓഫാക്കി വെച്ചു. എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇനി ട്രൈ ചെയ്തിട്ട് ഒരു അവസ്ഥയില്ലാത്ത ഇതായി. ഞാൻ അവസാനം എല്ലാം ഓഫ് ചെയ്ത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാരിരുന്ന് ടെസ്റ്റ് എഴുതാം. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണു തുറന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അത് ഒരു പ്രശ്നമില്ലാത്ത പോലെ നോർമൽ PC ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ടെസ്റ്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പകുതി കഴിഞ്ഞപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഞാൻ അങ്ങനെ പെട്ടെന്ന് എല്ലാം ചെയ്തു. ഞാൻ എൻ്റെ ബെസ്റ്റ്, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും റിസർച്ച് ചെയ്ത് കൂട്ടിയാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ അത് മര്യാദയ്ക്ക് ബ്ലിങ്ക് പോലും ചെയ്യാണ്ട് ഞാൻ ഫുള്ള് ഭയങ്കര കോൺസെൻട്രേഷനിൽ ഞാൻ അത് ചെയ്തു. എനിക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ റിട്ടേൺ ടെസ്റ്റിൽ എനിക്ക് ഒരു മാർക്ക് കുറവുണ്ടാവില്ല. പിന്നെ മാർക്ക് കുറവാണെങ്കിൽ ഇൻ്റർവ്യൂവിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഇത് വന്നു. ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ കൊടുത്തു. എല്ലാവർക്കും എൻ്റെ ആൻസേഴ്സ് എല്ലാം ഇഷ്ടമായി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്കും റിട്ടേൺ ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞ് എൻ്റെ റാങ്ക് ആ ടോപ്പ് ഇതിൽ നിന്ന് 7th റാങ്കിക്കായി. ഞാൻ ഇപ്പോൾ വിചാരിച്ചു 7th റാങ്ക് കിട്ടാൻ പാടോ, കിട്ടില്ല. അവർ ആകെ ടോപ്പ് 5 എടുക്കുള്ളൂ. ആ ടോപ്പ് 5 ഞാൻ 7th റാങ്കിൽ വന്ന് ഞാൻ ഇനി എന്താ ചെയ്യുക? അവരെല്ലാവരും പറഞ്ഞു കിട്ടില്ല, ഒരു ഹോപ്പും വെക്കേണ്ട. എല്ലാവരും ഷോക്കായി. എല്ലാവരും എൻ്റെ നിന്ന് ആ ഒരു ടോപ്പ് ഇതിൽ എക്സ്പെക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനും ആകെ ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിൽ പെട്ടെന്ന് എൻ്റെ ടോപ്പ് 5 7th റാങ്കിൽ വന്നു. ഞാൻ അപ്പോൾ ഇങ്ങനെ വീണ്ടും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, എന്താ ഞാൻ തെറ്റ് ചെയ്ത്. കാരണം എൻ്റെ ഡ്രാഫ്റ്റിൽ ഞാൻ ഫുള്ള് 100% ഉറപ്പായിരുന്നു, കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ എന്നാലും വേറെ എവിടെയോ തെറ്റ് പറ്റിയത്. അപ്പോൾ ഞാൻ എല്ലാവരും ഇരുന്ന് കരച്ചിലായി. കാരണം പെട്ടെന്ന് ആ ഒരു ഹോപ്പ് മൊത്തത്തിൽ ഷാറ്റേർഡ് ആയി, ആ ഒരു ജോബിൻ്റെ ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞു ഇങ്ങനെ വീണ്ടും എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് പ്രാർത്ഥനേൻ്റെ ഇതിൽ. മാതാവിൻ്റെ നമ്പറാണ് 7, അതുകൊണ്ട് അത് തീരെ ടെൻഷൻ അടിക്കേണ്ട, ജോബ് എന്തായാലും കിട്ടും, പക്ഷെ അതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോഴാണ് ഞാൻ അത് റിയലൈസ് ചെയ്ത് ഞാൻ കുറച്ച് ബാക്ക് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബിസി ഷെഡ്യൂളായി, ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയായിപ്പോൾ ഞാൻ പ്രാർത്ഥനയും കുറഞ്ഞുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഉടമ്പടിയിൽ എടുത്തു എന്നുണ്ടെങ്കിലും ഫുള്ള് അങ്ങനെ ഞാൻ ഓണസ്റ്റായിട്ട് പറയാം, ഞാനങ്ങനെ പ്രാർത്ഥിക്കൽ വളരെ കുറവായിരുന്നു. ഞാൻ ദിവസത്തിൽ ഒരു തവണ പ്രാർത്ഥിച്ചു എന്നായി. കാരണം എനിക്ക് ഇത്തിരിയെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ നേരെ കിടന്ന് ഉറങ്ങാന്നല്ലാണ്ട് പ്രാർത്ഥിക്കൽ ശരിക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് തിരിച്ച് വരാനായിട്ടുള്ളതാണ്, എന്തായാലും നിങ്ങൾക്ക് ജോലി അവർ കിട്ടില്ല എന്ന് പറഞ്ഞാലും അത് ദൈവത്തിൻ്റെ വിശ്വാസം അത് കിട്ടും. അവർ അത്ര ഉറപ്പിച്ച് പറയുക എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം മിനിസ്ട്രിയുടെ ജോബ് ആരും അങ്ങനെ വിട്ട് കളയില്ല. അവർ ആ ടോപ്പ് 5 ആരെങ്കിലും ബാക്ക് ഓഫ് ചെയ്താലാണ് എനിക്ക് ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, കിട്ടില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു. 90% കിട്ടില്ല, പിന്നെ എന്തെങ്കിലും മിറാക്കിൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി എന്നുള്ള ഒരു രീതിയിലായപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഡൽഹിയിലായിരുന്നു ആ സമയത്ത് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഡേ ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫുള്ള് താഴെ മുട്ടുമ്പോൾ നിന്ന്, വാഷ്റൂമിനുള്ളിൽ മുട്ടുമ്പോൾ നിന്ന്, ഞാൻ പുതിയതായിട്ട് സൂട്ട് ഇട്ടത് ഞാൻ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് ഈ ജോബ് ഇതെൻ്റെ ഡ്രീം ജോബാണ്, എനിക്ക് ഇത് തന്നേ പറ്റൂ എന്നുള്ള അവസ്ഥയെ. അങ്ങനെ
കുറേ അവർ വരും, മെയിൽ വരും, എന്തെങ്കിലും ആകുമ്പോൾ പറയാം. 1.5 മാസം ഞാൻ എല്ലാ ആഴ്ചയും, ഞാൻ അവിടെ ഡൽഹിയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ വരെ എല്ലാ ആഴ്ചയും ഞാൻ അവിടെ ഓഫീസിൽ പോയി എന്തെങ്കിലും ആയോ, എന്തെങ്കിലും അപ്ഡേറ്റ് ആയോ, എൻ്റെ എന്തെങ്കിലും ആയോ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഒന്നും ആയിട്ടില്ല, വെയിറ്റ് ചെയ്യേണ്ട വരും. അങ്ങനെ ഒരു 1.5 മാസം ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നിട്ടും മെയിലൊന്നും വരാണ്ടായി. അപ്പോൾ അവർ നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞ് അവസാനം ഞാൻ എൻ്റെ ഹോപ്പ് വിട്ടു. ഞാൻ പറഞ്ഞു ഇനി എന്തായാലും കിട്ടലുണ്ടാവില്ല, ഞാൻ നോക്കാനുള്ള, ഞാൻ മൂവ് ഓൺ ആവാം, ഞാൻ എൻ്റെ ബാക്കി ലൈഫിൽ എന്തെങ്കിലും വേറെ സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു ഇഷ്യൂ സോൾവ് ആയത്. ഞാൻ ഈ ജോബ്, ഞാൻ വേറെ ആ UAE ഒരു അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോബ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ലോ സ്കൂൾ, അത് ഞാൻ വിട്ടുണ്ടായില്ല. അപ്പോൾ പക്ഷെ അതിൽ കുറേ ഇഷ്യൂസ് വരാൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ആഴ്ചേൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്യൂസ് വരാൻ തുടങ്ങി. കാരണം ആ കമ്പനീൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാവരും ഞാൻ തന്നെയായിരുന്നു നോക്കാറ്. അപ്പോൾ അതിൻ്റെ വേറെ ഒരു ഫാമിലി മെമ്പർ, അത് മെയിനായിട്ടൊരു ഫാമിലി ബിസിനസ് കൈൻഡ് ഓഫ് ആണ്. അപ്പോൾ അതിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേറ്റീവും കൂടി ജോയിൻ ചെയ്ത് അവസാനം ഭയങ്കര കോൺഫ്ലിക്റ്റ് ആവാൻ സ്റ്റാർട്ടായി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട്. കാരണം അവരുടെ മൈൻഡ് സെറ്റും എല്ലാവരും ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വരാം. ഞാൻ അപ്പോൾ ഇത് ഞാനായിട്ട് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം, കാരണം ഇതൊരു ഫാമിലി ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാനായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്യൂ ആവും. പക്ഷെ അവരായിട്ട് എന്തെങ്കിലും ഇത് നിർത്തി ശരിയാവില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ശരിയാവാനുള്ള എന്നുള്ള ഇതിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെയും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ വന്ന സമയത്ത്, ഞാൻ നാട്ടിലേക്ക് വരാമെന്ന് ഉദ്ദേശിച്ചതും അമ്മാമ്മ പറഞ്ഞു ആ ജോബിൻ്റെ കിട്ടില്ല എന്ന് പറഞ്ഞാലും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവിടെ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഉറപ്പായിട്ടും കിട്ടും. ഞാനപ്പോൾ ജോബിൻ്റെ മെയിൽ വന്നിട്ടില്ല, എന്നാലും ഞാൻ നേരത്തെ പോന്നു. ഞാൻ ജോബിൻ്റെ മെയിൽ വന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കുള്ളൂ എന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെയിൽ ഇത്ര 1.5 മാസമായിട്ടും കഴിഞ്ഞില്ല, എൻ്റെ കോഴ്സും കഴിഞ്ഞു, ഞാൻ അവിടെ ഡൽഹിയിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരാ. എന്നാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട്, ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് നിൽക്കുമ്പോഴായാലും എനിക്ക് ആ മെയിൽ വരും. ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇനി പോവുണ്ടെങ്കിൽ ആ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ എന്ന് അത്ര എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എല്ലാവരും കിട്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. ഞാൻ ആ ഒരു ഉറപ്പിൽ ടിക്കറ്റ് എടുത്തു. ഞാനിവിടെ വന്ന് ഇവിടെ ഷോപ്പിങ്ങിന് പോകാനായിട്ട് കാറിലിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ആ ഫാമിലി മെമ്പർ കോൾ ചെയ്തിട്ട് പറയുന്ന സ്നേഹത് ശരിയാവും തോന്നാനുള്ള, ഇതിങ്ങനെ പോയാൽ നിങ്ങൾ ഇങ്ങനെ അതിൻ്റെ തല്ലും ഇതൊക്കെ ആവുള്ളൂ, അപ്പോൾ എന്തായാലും നീ അത് നിർത്തിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയാനൊക്കെ, എല്ലാവരും കരയാൻ തുടങ്ങി. കാരണം ഞാൻ ഫുള്ള് എൻ്റെ ഡൽഹിയിലത്തെ എക്സ്പെൻസും എൻ്റെ എല്ലാ പേഴ്സണൽ എക്സ്പെൻസും ഈ ഒരു ജോബിൻ്റെ ഉള്ളിൽ ഡിപ്പെൻഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് മറ്റേ ജോബിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല. ഒരു 1.5 മാസം ഞാൻ പിന്നാലെ നടന്ന് ഒരു തീരുമാനമാവാത്ത ജോബ്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി, ഞാൻ വീട്ടിലെല്ലാവരും അടുത്ത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് കോൾ ചെയ്തിട്ട് പറയാം മെയിൽ ചെക്ക് ചെയ്യ് എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ആ 1.5 മാസം കിട്ടാത്ത മെയിൽ ആ ഒറ്റ ദിവസവും ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്ത പോലെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും ഒരു ജോലി പോയി മറ്റേ ജോലി അപ്പം എന്നെ കിട്ടി. ഞാൻ മിനിസ്ട്രിയിൽ അപ്ലൈ ചെയ്ത് അത്രയും കിട്ടില്ല എന്നുള്ള അവസ്ഥയിലായിരുന്ന ജോബ്. ഈ ജോബ് പോയതും മറ്റേ ജോബ് എനിക്ക് അപ്പം തന്നെ കിട്ടി. ഞാൻ അവർക്ക് മെയിൽ അയച്ചു, ഞാൻ ജോയിൻ ചെയ്യാണ്, മൺഡേ 20-ാം തീയതി തുടങ്ങി ഞാൻ ജോയിൻ ചെയ്യും എന്നുള്ള മെയിൽ. എല്ലാം എൻ്റെ ഫുള്ള് ലൈഫ് ആ ദൈവത്തിലേക്ക് വന്നതിന് ശേഷം മൊത്തം ബ്ലെസ്സിങ്സ് മാത്രമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇത് കുറേ നേരം ഞാൻ പറയാനായിട്ട് എടുത്തു, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും. പിന്നെ ഞാൻ റെസ്പോൺസിബിലിറ്റീസ് കുറേ ചെയ്യാനായിട്ടുണ്ടായത്, അതെല്ലാം ചെയ്തു. ഞങ്ങൾ ഫുഡ് സപ്ലൈ കൊടുക്കുമായിരുന്നു. അവിടെ പൂനെയിൽ ഖടക്കി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ അസുഖമായിട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യും. അങ്ങനെ അവിടെ എല്ലാവർക്കും ന്യൂസ് പേപ്പറൊക്കെ കൊടുക്കും, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പൈസയൊക്കെ കൊടുക്കും. അതിനുശേഷം അവിടുത്തെ ചർച്ചിൽ നമ്മൾ ഹിന്ദിയും ഇംഗ്ലീഷ് പേപ്പേഴ്സ് കൊണ്ടുപോയി അവിടെയുള്ള എല്ലാ ചർച്ചുകളിലും അങ്ങനെ കൊടുക്കും. എല്ലാ റെസ്പോൺസിബിലിറ്റീസും ചെയ്യും. ഇപ്പം ഞാൻ ഡൽഹി പോവാൻ നിൽക്കുക, ജോബ് കിട്ടി മിനിസ്ട്രിയിൽ, ഇനി അവിടുത്തെ ലോയറായിട്ട്. സങ്കീർത്തനങ്ങൾ 139 2 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു, ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്നേഹ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഒത്തിരി ആഗ്രഹത്തോടെ ഉടമ്പെടുക്കാനായിട്ട് ഇവിടെ വരികയും എന്നാൽ അതിനെ തുടർന്നുകൊണ്ട് ഉടമ്പെടുക്കാൻ പറ്റാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോവുക. എന്നാൽ
പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തൻ്റെ സ്വപ്നത്തിലൂടെ തന്നെയാണെങ്കിലും തിരുക്കുടുംബത്തെ അനുഭവത്തിലൂടെ പരിശുദ്ധ അമ്മ തനിക്കത് ഒരടയാളമായിട്ട് ഉടമ്പടിയിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനും ഉടമ്പടി എടുക്കുവാനായിട്ടുള്ള ഒരു വലിയ സൂചനയാണ് ഈ മകൾക്ക് നൽകുക. അതോടൊപ്പം തന്നെ തൻ്റെ ആഗ്രഹമായ LLB പഠിക്കുകയും അതിനെ തന്നുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ച കോളേജിൽ പോകണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ദൈവിക പദ്ധതി എന്നോണം പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഇവൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. കാരണം ഇവൾ ആഗ്രഹിച്ചത് എവിടെയാണോ അവിടെയല്ല ഇവൾക്ക് അഡ്മിഷൻ ലഭിച്ചത്, മറിച്ച് മറ്റൊരു ആദ്യം എത്രയോ രൂപ കൊടുത്തുകൊണ്ട് സ്വീകരിക്കേണ്ട ഇടത്താണ് ലഭിക്കുകയൊക്കെ ഉണ്ടായത്. പക്ഷെ എന്നാലും അവിടെ എല്ലാവിധമായ സൗകര്യങ്ങളോടു കൂടിയാണ് അമ്മ എല്ലാ കാര്യങ്ങളും ഈ മകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ അത് പൂർണ്ണമായ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടൽ തന്നെയാണ്. അതിനെ തുടർന്നാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴും പരിശുദ്ധ അമ്മ, കാരണം ഇൻറ്റേൺഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് മറ്റുള്ളവർ ഒത്തിരി പ്രാക്ടീസൊക്കെ കടന്നു പോകുമ്പോഴും ഈ മകൾക്ക് ഡയറക്റ്റായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരത്തിലേക്ക് കടന്നു വരികയും അത് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് നേടിക്കൊടുത്ത ഒരു വലിയ അനുഗ്രഹങ്ങൾ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെയാണെങ്കിലും 1250 പേര് പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിലേക്ക് പങ്കെടുക്കുവാനും അതിൽ തുടർന്നുകൊണ്ട് ജോലി ലഭിക്കുവാനൊക്കെ ആയിട്ട് ഇടയായത് പൂർണ്ണമായിട്ട് ഈ മകളെക്കാൾ ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ ഉണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ്. താൻ നേരത്തെ കൊണ്ടു നടന്നിരുന്ന ജോലിയാണെങ്കിലും അത് വിട്ടുകൊണ്ട്, പക്ഷെ അത് സങ്കടത്തോടെയാണെങ്കിലും മുമ്പോട്ട് പോയിരുന്നെങ്കിലും അവിടെയെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരു സംരക്ഷണമായിട്ട് കൂടെ ഉണ്ടാവുകയും താൻ ആഗ്രഹിച്ച ജോലി അതിന് നേടിക്കൊടുക്കുവാനൊക്കെയായിട്ട് അമ്മ വലിയ അനുഗ്രഹത്തോടുകൂടി മകളെ അനുഗ്രഹിച്ചത് പൂർണ്ണമായൊരു സമർപ്പണവും വിശ്വാസത്തോടു കൂടിയുള്ള ഉടമ്പടി ജീവിതം തന്നെയാണ്. കാരണം മകള് പറയുകയുണ്ടായി, ഉടമ്പടിയുടെ പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും കുടുംബങ്ങളോട് ചേർന്നാണെങ്കിലും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സാധിക്കുക ചെയ്ത് പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയും മുമ്പോട്ടുള്ള ഈ ജീവിതത്തിൽ ഈ മകൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മയെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും മാറാനായിട്ട് ഈ മകളെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ എന്നും, ഒപ്പം നമ്മുടെ ഓരോ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.